ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1.5 കപ്പോളം ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഒരു 3/4 കപ്പ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഞാൻ കറിവേപ്പിലയും മല്ലിയിലയും രണ്ടും ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ചിരകിയ തേങ്ങയാണ് ഞാനൊരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഉഴുന്ന് ദോശയുടെ മാവിൻ്റെ പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ വെള്ളം ഇടാൻ പാടില്ല. ഇത്രയും കട്ടി വേണം. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ എണ്ണ തേച്ച് കൊടുത്തു, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് നേർത്തതാവില്ല, പക്ഷെ അത് കയ്യിലേക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം തളിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് വെജിറ്റബിളെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് കൂടുതൽ നേരത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്ക് തേങ്ങ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, വെളിച്ചെണ്ണ ഇട്ട് കൊടുത്താൽ മതി. ഒരു മിനിറ്റ് നേരം അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഓയിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്നും ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ 4 മണിക്കായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ജസ്റ്റ് 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണിത്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.